പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോർ ആറ്റം മോഡലിൻ്റെ മെറിറ്റ്സ് ഡീമെറിറ്റ്സ് വരെ പറഞ്ഞതാണ്. അതിൽ ഡീമെറിറ്റ്സ് പറഞ്ഞപ്പോൾ അവസാനം നമ്മൾ പറഞ്ഞിരുന്നു ബോർ മോഡൽ ഡസ് നോട്ട് കൺസിഡർ ദ വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ എന്നും അതേപോലെ അൺസേർട്ടനിറ്റി പ്രിൻസിപ്പിളും പരിഗണിച്ചില്ല എന്ന് പറഞ്ഞിരുന്നു. എന്താണ് ഈ വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾ, അതേപോലെ എന്താണ് അൺസേർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഇതിൽ എന്താണ് ഈ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്നുള്ളത്. നമ്മൾ ഡ്യുവൽ നേച്ചർ ഓഫ് ലൈറ്റ് പറഞ്ഞിരുന്നു. ലൈറ്റിന് ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേവ് നേച്ചർ വേണം, ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പാർട്ടിക്കിൾ നേച്ചർ വേണം. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ലൈറ്റ് ഹാസ് ഡ്യുവൽ നേച്ചർ, പാർട്ടിക്കിൾ നേച്ചർ ആൻഡ് വേവ് നേച്ചർ. ഇവിടുന്ന് 1924 ലൂയിസ് ഡി ബ്രോളി പറഞ്ഞു. നോക്കൂ, ലൂയിസ് ഡി ബ്രോളി പ്രപ്പോസ്ഡ് ദാറ്റ് ലൈക്ക് റേഡിയേഷൻ all moving material particle possess dual nature. ഏതൊക്കെയാണ് മെറ്റീരിയൽ പാർട്ടിക്കിൾ എന്നുള്ളത്? വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. എന്താ പറഞ്ഞാൽ എന്താണ്? ആരാ പറയുന്നത്? ലൂയിസ് ഡി ബ്രോളി. എങ്ങനെയാ പറയുന്നത്? ലൈക്ക് റേഡിയേഷൻ, റേഡിയേഷന് രണ്ട് പാർട്ടുണ്ട്, രണ്ട് നേച്ചർ ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. അതേപോലെ മൂവിങ് മെറ്റീരിയൽ പാർട്ടിക്കിൾസിനൊക്കെ ഡ്യുവൽ നേച്ചർ ഉണ്ട്. ഇലക്ട്രോൺ, പ്രോട്ടോൺ പോലത്തെ മൂവിങ് മെറ്റീരിയൽ പാർട്ടിക്കിൾസിനൊക്കെ ഡ്യുവൽ നേച്ചർ. ഏതൊക്കെയാണത്? പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. അപ്പോൾ ആ മൂവിങ് മെറ്റീരിയൽ പാർട്ടിക്കിളിലുള്ള വേവിനെ വേണമെങ്കിൽ നമുക്ക് മാറ്റർ വേവ് എന്ന് പറയാം. എന്താ വിളിക്കുന്ന പേര്? മാറ്റർ വേവ്. നോക്ക് എന്തൊക്കെയാണ് പറഞ്ഞത്. ഡി ബ്രോളി പ്രപ്പോസ്ഡ് ദാറ്റ് ലൈക്ക് റേഡിയേഷൻ matter also exhibit dual behavior, that is both particle and wave like properties. Then this means that electrons should also have momentum as well as wavelength. പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. ഇവിടുന്നാണ് ഇക്വേഷൻ വരുന്നത് ലാംഡ ഈക്വൽ ടു h/mv. ഡി ബ്രോളീസ് ഇക്വേഷൻ ആണ്. മാറ്റർ വേവിന്റെ വേവ് ലെങ്ത് ലാംഡ, h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, m മാസ് ഓഫ് പാർട്ടിക്കിൾ, v വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ. ഓർ ലാംഡ ഈക്വൽ ടു h/mv. മാസ് ഇൻറ്റു വെലോസിറ്റി എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം മൊമെന്റം ഓർ h/p. ഓർ ലാംഡ ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? h/p. ഈ ഇക്വേഷൻ കാണാതെ പഠിക്ക്, നമുക്ക് ആവശ്യം വരും. ശരിക്കും ഇത് വരുന്നത് നമ്മൾ ഈസ് ഈക്വൽ ടു h nu എന്ന് വരുന്നുണ്ട്. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിന്ന്. ഐൻസ്റ്റീൻ്റെ മാസ് എനർജി റിലേഷൻഷിപ്പ് ഈസ് ഈക്വൽ ടു mc² വരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ h nu ഈക്വൽ ടു mc² എന്ന് എഴുതാം. ഓർ ന്യൂ is ഈക്വൽ ടു c/ലാംഡ, ദാറ്റ് ഈസ് ഈക്വൽ ടു mc². ഒരു c കട്ട് ചെയ്യുമ്പോൾ ലാംഡ ഈക്വൽ ടു എങ്ങനെ ഉണ്ടാവും പറ? h/mc. ഇത് ലൈറ്റ് ഫോട്ടോൺ ഉള്ളതാണ്. ഡി ബ്രോളി പറഞ്ഞത് ഈ ലൈറ്റ് ഫോട്ടോണിൻ്റെ ലൈറ്റിൻ്റെ വെലോസിറ്റിക്ക് പകരം വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ കൊടുത്താൽ ഈ ഇക്വേഷൻ മെറ്റീരിയൽ പാർട്ടിക്കിളിന് അപ്ലൈ ചെയ്യാം എന്നാണ് ഡി ബ്രോളി പറയുന്നത്. ഇക്വേഷൻ ലാംഡ ഈക്വൽ ടു h/mv. അപ്പോൾ നമ്മൾ വലിയൊരു പാർട്ടിക്കിൾ ആണെങ്കിൽ മാസ് വളരെ കൂടുതലായിരിക്കും. മാസ് കൂടുതലാണെങ്കിൽ വേവ് ലെങ്ത് പറ്റ കുറവായിരിക്കും. എച്ചിൻ്റെ വാല്യൂ വളരെ ചെറുതാണ്. മാസ് കൂടുതലാണെങ്കിൽ വേവ് ലെങ്ത് പറ്റ കുറവായിരിക്കും. അവിടെ വേവ് പ്രോപ്പർട്ടി കാര്യമായിട്ട് ഉണ്ടാവില്ല. അപ്പം മാസ് കുറവുള്ള പാർട്ടിക്കിളിനാണ് വേവ് ക്യാരക്ടർ കാര്യമായിട്ട് സിഗ്നിഫിക്കൻ്റ് ആവുക. ഇലക്ട്രോൺ, പ്രോട്ടോൺ പോലത്തെ സബ്സ്റ്റൻസിന് വേർ m ഈസ് ദി മാസ് ഓഫ് ദി പാർട്ടിക്കിൾ, v വെലോസിറ്റി, p മൊമെന്റം. ദ എബോവ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഡി ബ്രോളീസ് ഇക്വേഷൻ. ഏതാ ഡി ബ്രോളീസ് ഇക്വേഷൻ? ലാംഡ ഈക്വൽ ടു h/mv. എന്താ ഡി ബ്രോളി പറഞ്ഞാൽ എന്താണ്? ലൈക്ക് ലൈറ്റ് all moving material particle possess dual nature, that is both particle nature and wave nature. അത് ചെറിയ പാർട്ടിക്കിളിനെ സിഗ്നിഫിക്കൻ്റ് ഉള്ളൂ. ഏത് പാർട്ടിക്കിളിന്? ഇലക്ട്രോൺ, പ്രോട്ടോൺ പോലത്തെ പാർട്ടിക്കിളിന്. ഓക്കെ, വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ഇലക്ട്രോണിനൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ അതിലൊന്ന് വായിച്ചു നോക്കും. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പഠിച്ചിരുന്നു. എന്താ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താ
ഒരു ഒബ്ജക്റ്റിനെ ചുറ്റിയിട്ട് ലൈറ്റ് വളഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു ഫിനോമിനൻ ഡിഫ്രാക്ഷൻ. അത് ലൈറ്റിന് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ട്. അതേപോലെ ഇലക്ട്രോണിനുണ്ട് ഈ ഡിഫ്രാക്ഷൻ പാറ്റേൺ. ദെൻ അത് ഫിസിക്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്, സെക്കൻഡ് ഇയറിൽ വിശദമായിട്ട് അവിടെ പഠിക്കും. ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് തൽക്കാലം അങ്ങനെ മതി. ജസ്റ്റ് ലൈക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, ഇലക്ട്രോൺ ബീം ഓൾസോ അണ്ടർഗോ ഡിഫ്രാക്ഷൻ. ഇലക്ട്രോൺ ബീമിനും എന്തുണ്ട്? ഡിഫ്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെന്താ കാണിക്കുന്നത്? എവിഡൻസ് ഫോർ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ. ഇതേപോലെ പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അപ്പം നമ്മൾ കാഥോഡ് റേ എക്സ്പെരിമെൻ്റ് എന്നാണല്ലോ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത്. അവിടെ ആ കാഥോഡ് റേസ് പോകുന്ന ഭാഗത്ത് ലൈറ്റ് പാഡിൽ വീൽ, ഒരു കറങ്ങുന്ന വീല് വെച്ചാൽ ഇലക്ട്രോൺ അതിൽ തട്ടുമ്പോൾ ആ വീല് കറങ്ങും. അപ്പോൾ ഇത് മനസ്സിലായി അതിന് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട് എന്ന്. അപ്പോൾ ഇലക്ട്രോണിന് വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വർക്ക് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ. ഒരു പാർട്ടിക്കിളിനെ നന്നായിട്ട് വലുതാക്കി കാണണമെങ്കിൽ നമ്മൾ സാധാരണ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കും. സാധാരണ മൈക്രോസ്കോപ്പിൽ വേവ് നേച്ചർ ഓഫ് ലൈറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ. അതേസമയം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്താണ്? ഇലക്ട്രോണിന്റെ വേവ് നേച്ചർ ആണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണിന്റെ വേവ് നേച്ചർ. സാധാരണ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒരു മാറ്ററിൻ്റെ, ഒരു പാർട്ടിക്കിളിൻ്റെ 15 മില്യൺ ടൈംസ് ഒക്കെ വലുതാക്കി കാണിക്കാൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നു. അവിടെയുള്ള പ്രിൻസിപ്പിൾ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത് അക്കോർഡിംഗ് ടു ഡി ബ്രോളി എവറി മൂവിംഗ് ഒബ്ജക്ട് ഹാസ് വേവ് ക്യാരക്ടർ. ദ വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ഓർഡിനറി ഒബ്ജക്ട്സ് ആർ സോ ഷോർട്ട് ബിക്കോസ് ഓഫ് ദെയർ ലാർജ് മാസസ് ആൻഡ് ദെയർ വേവ് പ്രോപ്പർട്ടീസ് കനോട്ട് ബി ഡിറ്റക്റ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ മൂവ് ചെയ്യുന്ന ഒരു ക്രിക്കറ്റ് ബോളിന് അതിന് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ കാര്യമായിട്ട് ഉണ്ടാവില്ല. കാരണം എന്താ? അവിടെ മാസ് കൂടുതലാണ്. ഇനി ദ വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺസ് ആൻഡ് സബ് അറ്റോമിക് പാർട്ടിക്കിൾ വിത്ത് വെരി സ്മോൾ മാസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് എക്സ്പെരിമെന്റലി. അപ്പോൾ ഈ വേവ് നേച്ചർ എങ്ങനെയുള്ള കേസിലാണ് സിഗ്നിഫിക്കൻ്റ് ആവുന്നത്? മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ, ചെറിയ പാർട്ടിക്കിളിന്റെ കേസിൽ. അപ്പോൾ എന്തായിരുന്നു ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ബൈ ഡി ബ്രോളി? എന്താണ്? ലൈക്ക് റേഡിയേഷൻ, all moving material particles like electron, proton, etc. possess dual nature, that is both particle nature and wave nature. അപ്പോൾ lambda equal to h by mv. പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ എങ്ങനെ മനസ്സിലാക്കിയത്? ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ അത്? ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നോക്കൂ, വാട്ട് വിൽ ബി ദ വേവ് ലെങ്ത് ഓഫ് എ ബോൾ ഓഫ് മാസ് 0.1 കിലോഗ്രാം മൂവിംഗ് വിത്ത് എ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. നോക്കാം നമുക്ക്. ഇതൊരു ബോളാണ്, റേഡിയസ് വെയിറ്റ് 0.1 കിലോഗ്രാം. ലാംഡ ഈക്വൽ ടു നമ്മൾ പഠിച്ചു h by mv എന്നുള്ളത്. h 6.626 into 10⁻⁻34. m എത്രയാണ്? മാസ് 0.1 കിലോഗ്രാം ആണ്. വെലോസിറ്റി എത്രയായിരുന്നു? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ എത്ര കിട്ടിയ വാല്യൂ? 10 into 0.1 1 കിട്ടി. അപ്പോൾ വാല്യൂ 6.626 into 10⁻⁻34. യൂണിറ്റ് എന്തായിരിക്കും? ലാംഡയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർന്ന് കിട്ടും. ഈ വാല്യൂ വളരെ ചെറുതാണ്. അപ്പോൾ ഈ കേസിൽ ഇത് സിഗ്നിഫിക്കൻ്റ് ആണോ? അല്ല. അതേസമയം ഇത് ഇലക്ട്രോണിൻ്റെതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 9.1 into 10⁻⁻31 ആണ് ഉണ്ടാവുക. അത് മുകളിലേക്ക് പോകുമ്പോൾ +31. അപ്പോൾ ആ വാല്യൂ അത്യാവശ്യം വലിയ വാല്യൂ ആയിരിക്കും. അന്നേരം നമുക്ക് ഇലക്ട്രോണിൻ്റെ കേസിൽ വേവ് ലെങ്ത് പറയാൻ പറ്റും. അപ്പോൾ ക്രിക്കറ്റ് ബോളിൻ്റെ കേസിൽ വേവ് ലെങ്ത് കാര്യമായിട്ട് വരുന്നുണ്ടോ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, the mass of an electron is 9.1 into 10⁻⁻31 kilogram. If its kinetic energy is 3 into 10⁻⁻25 joule, what is its calculate its wavelength? Lambda calculate ചെയ്യണം. Lambda equal to നമ്മൾ ഇക്വേഷൻ h by mv. m മാസ് ഓഫ് ഇലക്ട്രോൺ തന്നിട്ടുണ്ട്, പക്ഷെ വെലോസിറ്റി തന്നിട്ടില്ല. അതിന് പകരം തന്നത് കൈനറ്റിക് എനർജിയാണ്. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം ½ mv² ആണല്ലോ. ഇവിടുന്ന് v² ഈക്വൽ ടു എന്ത് കൊടുക്കാം? v² ഈക്വൽ ടു 2 into kinetic energy divided by m എന്ന് കൊടുക്കാം. ഓർ v is equal to ആണെങ്കിലോ √2 into kinetic energy divided by m. ശരിയല്ലേ? ഓക്കെ. ഇവിടെ നമ്മൾ ഈ ഇക്വേഷനിൽ ലാംഡ എന്ന് പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. h ഡിവൈഡഡ് ബൈ എം വി. വി എത്രയാണ്? √2 into kinetic energy divided by m. നമുക്ക് വേണമെങ്കിൽ ഇതിനെ √m into √m എഴുതിക്കൂടെ? ഒരു √m ക്യാൻസൽ ചെയ്തുകൂടെ? സോ ലാംഡ ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ √2
2m into kinetic energy. ഇത് ഈ ഇക്വേഷൻ നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ വേണമെങ്കിൽ ലാംഡ ഈക്വൽ ടു റൂട്ട് ദെൻ ഓക്കെ h ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2m into kinetic energy. നിങ്ങൾ ഈ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. ഇതിന്റെ ഡിറൈവ് ചെയ്ത് പഠിക്കണേ. ലാംഡ ഈക്വൽ ടു എത്രയാണ് h 6.626 into 10 raised to minus 34 divided by root of 2 into m 9.1 into 10 raised to minus 31 into kinetic energy എത്രയായിരുന്നു then 3 into 10 raised to minus 25 3 into minus then 10 raised to minus 25 നിങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ചെയ്ത് നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് v സ്ക്വയർ കണ്ടിട്ട് ആദ്യം തന്നെ v കണ്ടിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. നിങ്ങൾ ടെക്സ്റ്റിൽ അങ്ങനെ ചെയ്തു വെച്ചതുണ്ട്. നിങ്ങൾ രണ്ട് മോഡലും ചെയ്ത് നോക്കുക. അതിന്റെ ആൻസർ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് എ ഫോട്ടോൺ വിത്ത് വേവ് ലെങ്ത് 3.6 ആങ്സ്ട്രോം. വേവ് ലെങ്ത് ദെൻ തന്നിട്ടുണ്ട്. ദെൻ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? മാസ്. അപ്പോൾ ലാംഡ ഈക്വൽ ടു h ബൈ എം വി എന്ന് കൊടുക്കാം. ഇവിടുന്ന് m is equal to h ഡിവൈഡഡ് ബൈ ലാംഡ ഇൻറ്റു വി അല്ലേ. h എത്രയാണ്? 6.626 ഇൻറ്റു 10 raised to minus 34 ഡിവൈഡഡ് ബൈ ലാംഡ എത്രയാണ്? 3.6 ഇൻറ്റു 10 raised to minus 10 ആങ്സ്ട്രോങ് എന്ന് പറഞ്ഞാൽ മീറ്ററിലാക്കുമ്പോൾ വെലോസിറ്റി ഫോട്ടോൺ ആണ്, ലൈറ്റ് ഫോട്ടോൺ ആണ്. ലൈറ്റിന്റെ വെലോസിറ്റി 3 into 10 raised to 8 meter per second ആണ്. നിങ്ങൾ ചെയ്ത് നോക്കൂ, ആൻസർ കിട്ടും. ഇത്രയും എന്തായിരിക്കും? യൂണിറ്റ് എന്തായിരിക്കും? എന്താ കാൽക്കുലേറ്റ്? മാസ് അല്ല, കിലോഗ്രാമിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കൂ. അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ 3 ക്വസ്റ്റ്യനും ചെയ്ത് പഠിക്കണേ. അത് ഓക്കെ, മനസ്സിലായില്ല എന്താ ചെയ്തെന്നുള്ളത്? അപ്പൊ ഇത്രയേ ഉള്ളൂ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്നുള്ളത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. കാണാതെ പഠിക്കണേ. ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. എന്താ ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ? എന്താ പറയുന്നത്? സെർട്ടൈനിറ്റി അല്ല, അൺസർട്ടനിറ്റി എന്നാ പറയുന്നത്. ദെൻ എന്താണ് ഈ അൺസർട്ടനിറ്റി? നോക്കൂ. ദെൻ 1901 ഐസൻബർഗിന്റെ ബർത്ത്. ദെൻ 1932 അത്രയും ചെറുപ്രായത്തിൽ ഈ ഐസൻബർഗ്സിന് നോബൽ പ്രൈസ് കിട്ടുകയാണ്. അത്രയും വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വരുന്നത്. വായിച്ചു നോക്കത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഡിറ്റർമിൻ സൈമുൾട്ടേനിയസ്ലി ദ പൊസിഷൻ ആൻഡ് മൊമെന്റം or velocity of microscopic particle with absolute accuracy. എന്താ പറയുന്നത് അറിയാം? ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന്റെ, അതായത് മൂവ് ചെയ്യുന്ന മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, അതിൻ്റെയൊക്കെ പൊസിഷനും അതിൻ്റെ വെലോസിറ്റിയും, അതായത് അതിൻ്റെ കറക്റ്റ് പൊസിഷനും കറക്റ്റ് വെലോസിറ്റിയും ഒരേ സമയം 100% ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂല എന്നുള്ളത്. ഇതൊരു ഈ പൊസിഷനും മൊമെന്റും അല്ലെങ്കിൽ പൊസിഷനും വെലോസിറ്റിയും ഒരു അൺസർട്ടനിറ്റി പെയറാണ്. ഇതേപോലെ വേറെയും പെയറുകളുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കും. ഇതിൽ കൊടുത്ത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഡിറ്റർമിൻ സൈമൾട്ടേനിയസ്ലി ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് എക്സാക്ട് മൊമെന്റം or velocity of microscopic particle then like electron. എങ്ങനെയാണ്? then exact positionും exact മൊമെന്റവും അല്ലെങ്കിൽ exact വെലോസിറ്റിയും then simultaneous ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റൂല. ഇലക്ട്രോണിന്റെ കറക്റ്റ് പൊസിഷനും അന്നേരം തന്നെ ഇലക്ട്രോണിന്റെ വെലോസിറ്റിയും കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂല. ഇതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനൊരു എക്സാമ്പിൾ ഇപ്പോൾ പറയാം. ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറ്റൂല എന്ന് പറയുന്നതൊക്കെ നമ്മളൊരു കഴിവുകേടായിട്ടൊന്നും കരുതണ്ട. അപ്പം നിങ്ങൾക്ക് നോക്കും, നമ്മളോട് ഇതിൻ്റെ ലെങ്ത്ത് ഒരു സ്കെയിൽ തന്നിട്ട് നിങ്ങളോട് പറയണം, സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്കെയിൽ തന്നിട്ട് ഇതിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ കറക്റ്റായിട്ട് മെഷർ ചെയ്യും. അതേസമയം നിങ്ങളോട് പറയാണ് ഈ പേപ്പറിൻ്റെ തിക്നെസ്, ഈ പേപ്പറിൻ്റെ തിക്നെസ് ലെങ്ത്ത് സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാം. ഈ പേപ്പറിൻ്റെ തിക്നെസ് നിങ്ങളോടൊരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ സ്കെയിൽ വെച്ച് പറ്റുമോ? എന്താ കാര്യം? എന്താണ്? ഇതിൻ്റെ തിക്നെസ്സിനേക്കാളും ചെറുതായിട്ട് അടയാളപ്പെടുത്തിയ സ്കെയിൽ ഉണ്ടെങ്കിലല്ലേ ഇത് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അതാണ് അൺസർട്ടനിറ്റി. നമുക്ക് മെഷർ ചെയ്യാൻ ഇതിനേക്കാളും ചെറിയതായിട്ട് മെഷർ ചെയ്തിട്ടുള്ള സ്കെയിൽ വേണം. അവിടെയാണ് നമ്മൾ അൺസർട്ടനിറ്റിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. എന്താണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ? എന്താണ്? ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഡിറ്റർമിൻ സൈമൾട്ടേനിയസ്ലി ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് എക്സാക്ട് മൊമെന്റം ഓർ വെലോസിറ്റി ഓഫ് മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ. ഇവിടുന്നാണ് ഇയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി.
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. അതായത് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ, അതായത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഇൻറ്റു അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ മിനിമം വാല്യൂ h/4π ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ പൊസിഷൻ കൃത്യാക്കുമ്പോഴേക്ക് ഡെൽറ്റ എക്സ് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ കുറച്ച് കൊണ്ടുവരും. അതായത് കൃത്യമായ പൊസിഷനിലേക്ക് വരുമ്പോഴേക്ക് അതിൻ്റെ മൊമെന്റം പിടുത്തം വിട്ടുപോകും, മൊമെന്റത്തിൽ ഒരുപാട് അൺസർട്ടനിറ്റി വരും. മനസ്സിലാവുന്നില്ലേ അത്? ഓക്കെ, ദെൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാസിന്റെ വെലോസിറ്റിയാണ് നമ്മളെ മൊമെന്റം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ പ്രോഡക്റ്റ് റൂളൊക്കെ വെച്ചിട്ട് എം ഇൻറ്റു ഡെൽറ്റ വി പ്ലസ് വി ഇൻറ്റു ഡെൽറ്റ എം എന്നൊക്കെ എഴുതണം. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി, വി ഇൻറ്റു ചേഞ്ച് ഇൻ മാസ്. പക്ഷെ ചേഞ്ച് ഇൻ മാസ് 0 ആണ്, മാസ് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നതാണ്. സോ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എം ഡെൽറ്റ വി കൊടുത്താൽ മതി. സോ ഇക്വേഷൻ എങ്ങനെ കിട്ടും? ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഇതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ ഇക്വേഷൻസ്. കാണാതെ പഠിക്കുക ഇക്വേഷനൊക്കെ. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി എഴുതാണെങ്കിൽ എം ഇങ്ങോട്ട് താഴേക്ക് എടുക്കും. അപ്പൊ എന്താ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്? ദെൻ പൊസിഷൻ കൃത്യാക്കുമ്പോഴേക്ക് മൊമെന്റത്തിൽ ഒരുപാട് അൺസർട്ടനിറ്റി, അല്ലെങ്കിൽ പൊസിഷൻ കൃത്യാക്കുമ്പോഴേക്ക് വെലോസിറ്റിയിൽ ഒരുപാട് അൺസർട്ടനിറ്റി. ഒരിക്കലും രണ്ടും കൂടി എക്സാക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ സൈമിൾട്ടേനിയസ്ലി ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് എക്സാക്ട് മൊമെന്റം ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ. ഇതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്ന ഒരുപാട് ഡയമെൻഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. നന്നായിട്ട് പഠിക്കുക അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ശ്രദ്ധിക്കുക, ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന് മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. ദെൻ ഒരു എക്സാമ്പിൾ ഇപ്പം നമുക്ക് ജസ്റ്റ് മനസ്സിലാവാൻ ഇങ്ങനെ പറയാം. ഇത് സയൻസിന്റെ ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പം നോക്കൂ, നമ്മൾ ഒരു ക്രിക്കറ്റ് ബോൾ ഇങ്ങനെ നമുക്ക് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ക്രിക്കറ്റ് ബോൾ, ഇവിടെ ഒരു ക്രിക്കറ്റ് ബോൾ ഇങ്ങനെ റൊട്ടേറ്റ്. ഈ ക്രിക്കറ്റ് ബോളിന്റെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ഇതിന്റെ പൊസിഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ ലൈറ്റ് വന്ന് വീണിട്ട് ലൈറ്റ് ഒരു ഇൻസ്ട്രുമെന്റിലേക്ക് പതിക്കുമ്പോഴാണ് പൊസിഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇവിടെ ക്രിക്കറ്റ് ബോൾ ആണ്, ലൈറ്റ് ഫോട്ടോൺ ആണ് ഇവിടെ വരുന്നത്. അതേസമയം ഇലക്ട്രോണിനെ നമ്മൾ പൊസിഷൻ കാണണമെങ്കിൽ ഇലക്ട്രോണിന് ലൈറ്റ് ഫോട്ടോൺ വരണം. അത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഇൻസ്ട്രുമെന്റിലേക്ക് വരണം. അപ്പോഴാണ് ഇലക്ട്രോണിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റുക. അങ്ങനെ ഈ ലൈറ്റ് ഫോട്ടോൺ ഇലക്ട്രോണിനെ ഇജക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രോണിൽ തട്ടുമ്പോൾ ഈ ഇലക്ട്രോണിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യൂലോ. മനസ്സിലാവുന്നില്ല? ക്രിക്കറ്റ് ബോളിൽ ലൈറ്റ് ഫോട്ടോൺ തട്ടിക്കഴിഞ്ഞാൽ വലിയൊരു പ്രയാസമൊന്നുമില്ല, കാരണം അവിടെ മാറ്റൊന്നും വരൂല. അത്രയും ലൈറ്റ് ഫോട്ടോൺ, അത്രയും ചെറുത് ലൈറ്റ് എനർജി. ഓക്കെ, ലൈറ്റ് ഫോട്ടോൺ. അതേസമയം ഈ ഇലക്ട്രോൺ എന്നുള്ളൊരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ആണ്. അതിൽ ലൈറ്റ് തട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ സ്പീഡിൽ മാറ്റം വരും. അപ്പൊ നമ്മൾ പൊസിഷൻ കൃത്യാക്കുമ്പോഴേക്ക് വെലോസിറ്റിയിൽ മാറ്റം വരുന്നു എന്ന്. ഇത്രയേ ഉള്ളൂ. ഇതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഒന്ന് കൃത്യാക്കുമ്പോഴേക്ക് അടുത്തിൽ അൺസർട്ടനിറ്റി വരും എന്നുള്ളത്. അപ്പൊ നോക്കിയേക്ക് എന്താ ഒന്നാമത്തെ? ദ ഇഫക്റ്റ് ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഈസ് സിഗ്നിഫിക്കന്റ് ഓൺലി ഫോർ ദി മോഷൻ ഓഫ് മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ് ആൻഡ് നെഗ്ലിജിബിൾ ഫോർ ദാറ്റ് ഓഫ് മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ. മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന് മാത്രമേ ഇത് സിഗ്നിഫിക്കന്റ് ഉള്ളൂ. ഇനി അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ വി കനോട്ട് ഡിറ്റർമിൻ ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് എക്സാക്ട് മൊമെന്റം ഓഫ് ഇലക്ട്രോൺ. എന്താ പറഞ്ഞത്? ഇലക്ട്രോണിന്റെ എക്സാക്ട് പൊസിഷനും എക്സാക്ട് മൊമെന്റവും കണ്ടുപിടിക്കാൻ പറ്റൂല. അപ്പോഴാണ് നമ്മൾ ബോർ ആറ്റം മോഡലിൽ പറഞ്ഞത് ഇലക്ട്രോണിന്റെ വെലോസിറ്റിക്ക് ഇക്വേഷൻ പറഞ്ഞു, ഇലക്ട്രോണിന്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് ആ ഓർബിറ്റ് പറഞ്ഞിരുന്നു. അവിടെയാണ് ഇനി പറയുന്നത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരിക്കലും ഇലക്ട്രോണിന് അങ്ങനെ ഒരു കറക്റ്റ് പൊസിഷൻ പറയാൻ പറ്റൂല. ഒരു പ്രോബബിലിറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ, പോസിബിലിറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവിടെയാണ് ദസ് ഇറ്റ് റൂൾസ് ഔട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ഡെഫിനിറ്റ് പാത്സ് ഓർ ഓർബിറ്റ്സ് ഫോർ ഇലക്ട്രോൺ. വി ക്യാൻ സേ ഓൺലി ദ പ്രോബബിലിറ്റി ടു ഫൈൻഡിങ് ഇലക്ട്രോൺ ഇൻ എ ഗിവൺ പോയിന്റ്. നമുക്ക് എന്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ? ഇലക്ട്രോണിനെ കാണാനുള്ള ഒരു പ്രോബബിലിറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഒരു കറക്റ്റ് പൊസിഷൻ പറയാൻ പറ്റൂല. ദെൻ അതാണ് നമ്മൾ ബോർ ആറ്റം മോഡലിന്റെ ഡീമെറിറ്റ് ആയിട്ട് വരുന്നത്. ബോർ പറഞ്ഞു കൃത്യമായിട്ട് ഇലക്ട്രോണിനെ കാണാൻ ഓർബിറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ ഐസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് വി കനോട്ട് സേ ദ എക്സാക്ട് പൊസിഷൻ ഓഫ് ഇലക്ട്രോൺ പറയാൻ പറ്റില്ല.
അവിടെ ഒരു പ്രോബബിലിറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ ഇത്? അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഏത് കേസിലെ സിഗ്നിഫിക്കൻ്റ് ആവും? മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന്റെ കേസിൽ. ഡിവൽ നേച്ചർ ഓഫ് മാറ്റർ ഏത് പാർട്ടിക്കിളിനെ വരുള്ളൂ? മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന്റെ കേസിൽ. ഒന്ന് രണ്ട് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യനും എ മൈക്രോസ്കോപ്പ് യൂസിംഗ് സ്യൂട്ടബിൾ ഫോട്ടോൺ ഈസ് എംപ്ലോയ്ഡ് ടു ലൊക്കേറ്റ് ദ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് 0.1 ആങ്സ്ട്രോങ്. ആ ലൊക്കേറ്റ് ചെയ്ത ഇലക്ട്രോണിന്റെ പൊസിഷൻ എത്രത്തോളം കറക്റ്റായി? 0.1 ആങ്സ്ട്രോങ് വരെ. വാട്ട് ഈസ് ദ അൺസർട്ടനിറ്റി ഇൻവോൾവ്ഡ് ഇൻ ദി മെഷർമെന്റ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി? നമ്മളെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. ഓർ ദെൻ ഇനി ഡെൽറ്റ വി ഈക്വൽ ടു നമ്മൾക്ക് ഇനി ദെൻ ഗ്രേറ്റർ ദാൻ എന്ന് ഒഴിവാക്കാം. എച്ച് ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു എം ഡെൽറ്റ എക്സ്. എച്ച് എത്രയാണ്? 6.626 ഇൻറ്റു 10⁻⁻34. ദെൻ 4 ഇൻറ്റു 3.14 ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 ഇൻറ്റു 10⁻⁻31 ഇൻറ്റു ഡെൽറ്റ എക്സ് എത്രയാണ്? 0.1 ഇൻറ്റു ദെൻ 0.1 ആങ്സ്ട്രോങ് അല്ലേ? 10⁻⁻10. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും. നോക്കാം, ചെയ്ത് നോക്കുന്നതൊന്ന്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 5.79 ഇൻറ്റു 10⁻6 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇത്രയും അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി വരുന്നുണ്ട്. ഇത് വലിയൊരു വാല്യൂടോ. ഇത്രയും അൺസർട്ടനിറ്റിയാണ് വരുന്നത്. അൺസർട്ടനിറ്റി ഇത്രയും അതിൻ്റെ ചേഞ്ച് വരാം എന്നാണ് പറയുന്നത് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ ഗോൾഫ് ബോൾ ഹാസ് എ മാസ് ഓഫ് 40 gram and a speed of 45 meter per second. If the speed can be measured with an accuracy of 2%, calculate the uncertainty in position. Then uncertainty in position delta x into m delta v greater than or equal to h by 4π ആണ്. ഇവിടെ വെലോസിറ്റി 45 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 2% വരെ കറക്റ്റ് ആണ്. സോ മാക്സിമം അൺസർട്ടനിറ്റി ഡെൽറ്റ വി ഈക്വൽ ടു 45 ഇൻറ്റു 2/100 ആണ്. 2/100. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ചെയ്താൽ എത്ര കിട്ടുക? 90 ഡിവൈഡഡ് ബൈ 100. സോ 0.9 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് മാക്സിമം അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. സോ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്, ഇവിടെ ഡെൽറ്റ എക്സ് ആണ് കാണേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ 4π പിന്നെ എം ഡെൽറ്റ വി. സോ എച്ച് 6.626 ഇൻറ്റു 10⁻⁻34. 4 ഇൻറ്റു 3.14. മാസ് എത്രയായിരുന്നു? 40 ഇൻറ്റു 10⁻³ കിലോഗ്രാമിലേക്ക് ഇൻറ്റു ഡെൽറ്റ വി എത്രയായിരുന്നു? 0.9 മീറ്റർ പെർ സെക്കൻഡ്. ഇതൊന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾ, എന്താ കിട്ടുക എന്നുള്ളത്. ഇതിൻ്റെ ആൻസർ 1.46 ഇൻറ്റു 10⁻33 മീറ്റർ എന്നാണ് കിട്ടുന്നത്. ഈ വാല്യൂ വളരെ ചെറുതാണ്. ഇവിടെ അൺസർട്ടനിറ്റി അപ്പം എന്തായിരിക്കും? പൊസിഷൻ്റെ അൺസർട്ടനിറ്റി കാര്യമായിട്ട് വരുന്നുണ്ടോ? വളരെ ചെറിയ വാല്യൂ ആണ്. കാരണം ഇതൊരു മാക്രോസ്കോപ്പിക് പാർട്ടിക്കിളാണ്. നേരത്തെ കേസിൽ എന്തായിരുന്നു? മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളാണ്. വലിയ അൺസർട്ടനിറ്റി വരുന്നു. ഓക്കെ, ഇലക്ട്രോണിൻ്റെ കേസിൽ. ക്ലിയർ ആയില്ലേ അത്? അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഡിവൽ നേച്ചർ ഓഫ് മാറ്ററും നമ്മൾ ഏത് കേസിലാണ് കാര്യമായിട്ട് വരുന്നത്? ദെൻ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ കേസിലാണ്. അടുത്ത വരുന്നത് റീസൺ ഫോർ ഫെയിലിയർ ഓഫ് ബോർ മോഡൽ എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മൾ പറഞ്ഞ രണ്ട് പുതിയ കൺസെപ്റ്റ് ആണ്. ഒന്ന് ഡിവൽ നേച്ചർ ഓഫ് മാറ്ററും രണ്ടാമത്തെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും. നിങ്ങൾക്ക് വായിക്കാട്ടോ, നിങ്ങൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇതിനൊക്കെ ഐസൻബർഗിൻ്റെ ഒക്കെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളൊക്കെ നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ നല്ല പുസ്തകങ്ങൾ എടുത്താൽ വായിക്കാൻ പറ്റും. ഓക്കെ, ഐസൻബർഗിൻ്റെ ഒക്കെ വായിക്കുമ്പോൾ ഐസൻബർഗ് ഒരു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അല്ലേ കൊണ്ടുവന്നത്. അയാൾ മരണശേഷം മരണാനന്തര ഫലകത്തിൽ എഴുതാൻ വേണ്ടി മൂപ്പരെന്നെ പറഞ്ഞു എന്നൊക്കെ പറയപ്പെടുന്ന ഒരു വാക്കൊക്കെ ഉണ്ട്. ഹിയർ ലൈസ് ഹി സംവർ. അയാൾ ഇവിടെ കിടക്കുന്നു എവിടെയോ എന്നുള്ള ഒരു അൺസർട്ടനിറ്റി രൂപത്തിലാണ് അതിൽ വരെ പറയുന്നത്. ഹിയർ ലൈസ് ഹി സംവേർ. ഇവിടെ കിടക്കുന്നു എവിടെയോ, ഒരു അൺസർട്ടനിറ്റി രൂപത്തിലാണ് പറയപ്പെടുന്നതാണ്. ദെൻ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഉപജ്ഞാതാവ് ഹൈസൻബർഗിൻ്റെ മരണത്തിന് ശേഷം ഫലകത്തിൽ എഴുതാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ പറയപ്പെടുന്നത്. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കുക. അതേപോലെ അൺസർട്ടനിറ്റി പെയറുകൾ വേറെയൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. കൂടുതൽ കാര്യങ്ങൾ ഫിസിക്സിലൊക്കെ വരും. ഓക്കെ, നമ്മൾ എന്തായിരുന്നു റീസൺ ഫോർ ഫെയിലിയർ ഓഫ് ബോർ മോഡൽ? ഒന്ന്, ബോർ മോഡൽ ഇഗ്നോസ് ദ ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. അവിടെ എന്ത് മാത്രമാണ് വരുന്നത്? പാർട്ടിക്കിൾ നേച്ചർ മാത്രമേ വരുന്നുള്ളൂ, വേവ് നേച്ചറിലേക്ക് വന്നില്ല. ദെൻ ഇൻ ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇലക്ട്രോൺ ഈസ്
is regarded as a charged particle moving around the nucleus in well-defined circular path. It does not account for wave nature of electron. Wave nature of electron consider ചെയ്തില്ല. അതുകൊണ്ടാണ് അവിടെ ഇലക്ട്രോണിന് കറക്റ്റ് പൊസിഷൻ പറഞ്ഞത്. പക്ഷേ പൊസിഷൻ അത്ര കൃത്യമായിട്ട് പറയാൻ പറ്റൂല. രണ്ടാമത്തെ, ബോർ മോഡൽ കോൺട്രഡിക്ട്സ് ഐസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതാണ് നമ്മൾ പറയുന്നത്. In the Bohr model, electron moves in an orbit. An orbit by definition clear defined path. However, such a completely defined path can be obtained only the position and velocity of electron are known exactly at the same time. This is not possible according to uncertainty principle. അപ്പോൾ രണ്ട് ഡ്രോബാക്കുകൾ എന്തൊക്കെയാണ് പറ? Bohr model does not consider the wave nature of electron. രണ്ടാമത്തെ, exact position of electron കൊടുത്തു, അതും റോങ് ആണ് ഐസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച്. ഇതാണ് ബോർ മോഡലിന്റെ ഫെയിലിയറിന് കാരണങ്ങൾ. അപ്പം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത് രണ്ട് പുതിയ കോൺസെപ്റ്റുകൾ, ഒന്ന് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററും രണ്ടാമത്തെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്നുള്ളതും. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് വിശദാക്കി, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററും നന്നായിട്ട് പഠിച്ചേക്കുക, പ്രോബ്ലംസ് ചെയ്തേക്കുക. ലാസ്റ്റ് ആൻസർ നിങ്ങൾ കിട്ടുമെന്ന് ശ്രമിക്കുക, നന്നായിട്ട് നോക്കുക. ക്ലാസ് ഇവിടെ നിർത്താം. താങ്ക് യു.